കരഞ്ഞൊന്നും ഞാൻ നോക്കാൻ പോയില്ല. ഇല്ല ഏൽപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം 2 മാസത്തെ പൈസ കൊടുത്തു. അവരെൻ്റെ അമ്മയാ, ഇനി കൊടുക്കണില്ല. ഞാൻ പറഞ്ഞു, എല്ലാവരും അറിയിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആ പ്ലോട്ട് നമുക്ക് തന്നെ കിട്ടും. നീ ഫോൺ വച്ചേ. ഞാൻ ചേച്ചിയുടെ പിള്ളേരുടെ സ്കൂളിലാണ്. ഇനി വിളിച്ചേക്കരുത്. പെങ്ങളെ, കുറച്ച് വെള്ളം. PTA മീറ്റിങ്ങിന് ഒന്നാണ്. എന്താണ് കാലാവസ്ഥ? നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ എല്ലാം പറ്റുമോ? എല്ലാവരും മാറല്ലേ. നാട്ടുകാർ, വീട്ടുകാർ, പ്രകൃതി, നിയമങ്ങൾ, മതങ്ങൾ, സർക്കാർ, എല്ലാവരും മാറുക. കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള അമ്മയല്ല കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു. എൻ്റെ ഭാര്യ എന്തുമാത്രം സഹിച്ചത്. വീട്ടിൽ വേറെ അടുക്കള വച്ചിട്ട് പോലും ആ തള്ള. അമ്മ ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. അച്ഛനങ്ങോട്ട് നേരത്തെ പോയതുകൊണ്ട് പുള്ളിക്കാരനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. എന്നാലും എൻ്റെ അമ്മ മാറിപ്പോയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. സോറി, ഞാൻ ശല്യം ചെയ്യല്ലോ അല്ലേ? ഭാഗ്യം. എനിക്ക് അവളോട് ഇതൊന്നും പറയാൻ പറ്റില്ല. അവൾക്ക് ഇഷ്ടാവില്ല. ഇനിയിപ്പോൾ ആരോടെങ്കിലും പറയാമെന്ന് വെച്ചാലോ? പെങ്ങൾക്ക് ഞാൻ എന്തുമാത്രം വേദന അനുഭവിക്കുമെന്ന് അറിയും. ജോലി കഴിഞ്ഞ് വന്ന് കയറുമ്പോൾ തൊട്ട് തുടങ്ങും അവളും അമ്മയും കൂടി കശവിച്ച. അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നാൽ പോരെ. വന്ന് കയറിയ പെണ്ണിൻ്റെ മുമ്പിൽ കുടുംബത്തിൻ്റെ സൽപ്പേര് കളയാനായിട്ട്. ഇളയ മോനായതുകൊണ്ട് തറവാട് എനിക്കാണ്. ഞാൻ ബോറടിപ്പിക്കുകയാണോ? പെങ്ങൾ ചെറുപ്പമായതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ തറവാട് എനിക്കാണ്. ചേട്ടന്മാരൊക്കെ വലിയ പോഷ് വീട് വെച്ചു. എൻ്റെ ഭാര്യയ്ക്കൊരു ചെറിയ ആഗ്രഹം, വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കും. അത് കേട്ടപ്പോൾ കലിതുള്ളി വന്നമ്മ. മോനെ, നിൻ്റെ ഈ പൈസ ഇല്ല, ഇവള് പറഞ്ഞ കേട്ട് ചാടരുത് എന്നൊക്കെ. എനിക്കറിയും ഞാൻ എന്തുമാത്രം വേദന സഹിച്ചത്. എന്തൊരു ഇൻസൾട്ടാണ് സഹിച്ചത്. എൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ലോൺ എടുത്തു. 5 ലക്ഷം രൂപയാണ് ലോൺ എടുത്തു. മൊത്തം 15 വേണ്ടി വന്നു. പിന്നെ അമ്മയുടെ പേരിലുള്ള സ്ഥലം പകുതി വിറ്റിട്ടാണ് ലോണൊക്കെ അടച്ചു തീർത്തത്. അവളുടെ വീട്ടിൽ ഭയങ്കര ടൈറ്റായിരുന്നു ആ സമയത്ത്. എല്ലാവരും സഹായിച്ചു. അപ്പോൾ ഈ റിനോവേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ തറയൊക്കെ പൊളിക്കലുണ്ടായി, ഈ ടൈലൊക്കെ ഇടാനായിട്ട്. ഈ തറ പൊളിച്ച ആ കഷ്ണങ്ങളൊക്കെ കൊണ്ട് അച്ഛനെ ദഹിപ്പിച്ച സ്ഥലത്താണ് ഇട്ടത്. അപ്പോൾ അമ്മ ഉണ്ടാക്കിയ പുകിലെന്താണെന്നറിയോ? എന്നെ അവളെയും കൂടി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ 10ാമത്തെ വിവാഹ വാർഷികം വന്നത്. അത് വീട്ടിൽ തന്നെ ആഘോഷിച്ചു. തലേ ദിവസം തന്നെ അമ്മേനെ ഞാൻ ഗുരുവായൂർക്ക് വിട്ടു. അമ്മയ്ക്ക് ഈ ആൽക്കഹോളൊന്നും ഓണൊന്നും ഇഷ്ടാവില്ല. അവൾക്കാണ് അവളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ കൊടുത്തേ പറ്റും. അങ്ങനെ എങ്ങനെയൊക്കെയോ പൈസയൊക്കെ സംഘടിപ്പിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ പാർട്ടി തുടങ്ങി. എല്ലാവരും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. DJ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊട്ടും മോശക്കാരാവാൻ പാടില്ല. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്തുണ്ട് അമ്മ കയറി വരും. ഞാൻ നല്ല ഫിറ്റായിരുന്നു. അമ്മ എൻ്റെ അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ തിരിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അമ്മയ്ക്ക് അവിടെ ഞാൻ ഇരുന്നാൽ പോരായിരുന്നു. മൊത്തം ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ എന്നെ നാറ്റിച്ചു. ആ ദേഷ്യത്തിൽ ഇന്ന് രാവിലെ അവൾ പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കി. അനുഭവിക്കട്ടെ, എന്നെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ.
അനുഭവിക്കട്ടെ. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അനുഭവിക്കണ വേദന. ഇതുവരെ അമ്മേനെ ഒരു വേദന അറിയിക്കാണ്ട ഞാൻ മുന്നോട്ട്. നിങ്ങൾക്കറിയാമോ, എനിക്ക് എൻ്റെ അമ്മ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോയി. ഇവിടെ നിങ്ങളുടെ അമ്മ ഓൾഡിജാനെ കൊണ്ടുപോയി. നിങ്ങൾ കുറേ നേരമായല്ലോ വേദന വേദന എന്ന് പറയുന്നു. നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടോ?